പുതിയ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെയും പ്രഖ്യാപിക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരെയാണ് ആ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിച്ചിരുന്ന പേരുകളിൽ ആദ്യത്തേത് ബിനു ചുള്ളിയിലിൻ്റെതായിരുന്നു. നിലവിലെ വർക്കിംഗ് പ്രസിഡന്റാണ് ബിനു ചുള്ളിയിൽ. ഒപ്പം തന്നെ നേരത്തെ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കുകയും പിണറായി വിജയനെ 6 റൗണ്ട് വിറപ്പിക്കുകയും ചെയ്ത VP അബ്ദുൾ റഷീദിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന ആവശ്യം ചെന്നിത്തല വിഭാഗം ഉയർത്തിയിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ A ഗ്രൂപ്പും KM അഭിജിത്തിന് വേണ്ടി അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നാദാപുരത്ത് നിന്നും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട KM അഭിജിത്ത് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് KM അഭിജിത്തിനെ തുടക്കത്തിൽ പരിഗണിച്ചിരുന്നു. എന്നാൽ പിന്നീട് OJ ജനീഷിന് നറുക്ക് വീഴുകയായിരുന്നു. നിലവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷ് മന്ത്രിയായതോടെയാണ് സ്ഥാനമൊഴിയാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചത്. ഇതോടുകൂടിയാണ് പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനു വേണ്ടിയുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് തുടങ്ങിയത്. KC വേണുഗോപാലിന്റെ ഉറ്റ അനുയായിയാണ് നിലവിലെ വർക്കിംഗ് പ്രസിഡന്റായ ബിനു ചുള്ളിയിൽ. ബിനു ചുള്ളിയിലിന്റെ പേരിനായിരുന്നു ഏറ്റവും പ്രാമുഖ്യമുണ്ടായിരുന്നത്. അതേസമയം സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ചു വരുന്നത് A ഗ്രൂപ്പിന്റെ നോമിനികളാണ്. ഈ പശ്ചാത്തലത്തിൽ ഇത്തവണയും അത് A ഗ്രൂപ്പിന് തന്നെ നൽകണമെന്നാണ് ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത്. അതോടുകൂടിയാണ് ദേശീയ സെക്രട്ടറിയായ KM അഭിജിത്തിന്റെ പേര് A ഗ്രൂപ്പ് ഹൈക്കമാൻഡിന് മുൻപിൽ ഉയർത്തി കാണിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ തവണ അധ്യക്ഷ പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു എന്നതിന്റെ ക്ലെയിം കൂടി KM അഭിജിത്തിന് വേണ്ടി വാദിക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഷാഫി പറമ്പിൽ MLA ആയി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തിളങ്ങിയ ചരിത്രവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. KM അഭിജിത്തിനും MLA ആയിക്കൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിളങ്ങാൻ കഴിയുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കൂടാതെ KSUവിന്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ KM അഭിജിത്ത് നടത്തിയ സമര പോരാട്ടങ്ങളും അഭിജിത്തിനായി വാദിക്കുന്നവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നാൽ VP അബ്ദുൾ റഷീദിന് വേണ്ടി വാദിക്കുന്നത് ചെന്നിത്തല വിഭാഗമാണ്. I വിഭാഗത്തിലെ ചെന്നിത്തല പക്ഷം VP അബ്ദുൾ റഷീദിനായി വാദിക്കുമ്പോൾ പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത് ധർമ്മത്ത് പിണറായി വിജയനെ വിറപ്പിച്ചതിന്റെ ചരിത്രം തന്നെയാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലും മിന്നുന്ന പ്രകടനമാണ് VP അബ്ദുൾ റഷീദ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ റഷീദിനെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് പരിഗണിക്കണമെന്നാണ് ചെന്നിത്തല വിഭാഗം വാദിക്കുന്നത്. എന്നാൽ KC വേണുഗോപാൽ തന്റെ ഉറച്ച അനുയായിയായിട്ടുള്ള ബിനു ചുള്ളിയിലിന് വേണ്ടിയാണ് വാദിക്കുന്നത്. ബിനു ചുള്ളിയിൽ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം തന്നെ ദേശീയ നേതൃത്വത്തിന് മുൻപിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിനു പുറമെ വിജയ് ഇന്ദുചൂഡന്റെ പേര് പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിക്കാനാണ് ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. അത് ബിനു ചുള്ളിയിലായിരിക്കുമോ, KM അഭിജിത്ത് ആയിരിക്കുമോ, അതല്ല VP അബ്ദുൾ റഷീദ് ആയിരിക്കുമോ എന്നുള്ളത് KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നതിനെ കൂടി അനുസരിച്ചിരിക്കും. എന്തായാലും ഇപ്പോൾ പുതുതായി KM അഭിജിത്തിനെ കൂടി യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.